ഹിന്ദിയിൽ അടുത്തോട്ട് വിളിക്കാം എത്ര വിധത്തിൽ പറയാൻ പറ്റുമെന്നറിയാമോ? ഒരു വാക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് ഒരുപാട് വിധത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയും. അതറിയണോ? എന്നാൽ നമുക്കിപ്പോൾ കാണാം. ഒരു ക്രിയാവാക്ക് പല വിധത്തിലാണ് ഉപയോഗിച്ച് സംസാരിക്കുന്നത്. അതിൽ നിന്നൊരു ഉദാഹരണം വിശദീകരിക്കാം. അപ്പോൾ മറ്റുള്ള ക്രിയകളെക്കുറിച്ചും അവ എങ്ങനെ സംസാരത്തിൽ ഉൾപ്പെടുത്താമെന്നൊക്കെയുമുള്ളതായ ഒരു അറിവ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്കതിനായി ഒരു വേർബ് കൊണ്ടുവരാം. ആ വേർബാണ് ആന. ആന എന്ന് പറഞ്ഞാൽ വരുക എന്നാണ് അർത്ഥം. എന്നാൽ ഒരാളെ നോക്കിക്കൊണ്ട്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ആന എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാകാതിരിക്കുന്നു. എന്നാൽ ആവോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അതൊരു ആജ്ഞയായി, അല്ലെങ്കിൽ ആയി എന്ന് പറഞ്ഞാൽ അതൊരു അപേക്ഷയായിരിക്കുന്നു അടുത്തോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. ക്രിയ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക, എല്ലാ സമയത്തും ഉപയോഗിക്കുന്നു. സമയം കഴിഞ്ഞതായിരിക്കാം, ഇപ്പോൾ നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വരുന്നതായിരിക്കാം. അപ്പോഴൊക്കെയും ഉച്ചാരണത്തിൽ ഒടുവിൽ അല്പം മാറ്റം വരുത്തിക്കൊണ്ട് പറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു ക്രിയ ഉപയോഗിച്ച് ഒരറിവ് തരുവാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഉച്ചാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ആ രീതിയല്ല. നമ്മൾ ഒരാജ്ഞയോ അല്ലെങ്കിൽ ഒരപേക്ഷയോ ഹിന്ദിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയും? അടുത്തോട്ട് വിളിക്കാൻ വേണ്ടി ഒരപേക്ഷയായി, ഒരാജ്ഞയായി ആരെയെങ്കിലും നമ്മുടെ അടുത്തോട്ട് വിളിക്കാൻ വേണ്ടി നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പല വിധത്തിലുണ്ട്. സാധാരണയായി പറയുന്നത്, നിർബന്ധം ചിലർത്തി പറയുന്നത്, കൂടുതൽ നിർബന്ധത്തോടെ പറയുന്നത്, കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഇങ്ങനെ പല രീതിയാണ്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഹിന്ദിയിൽ ഐസെ ബുലാന എന്ന് പറഞ്ഞാൽ സാധാരണയായി വിളിക്കുന്നതിനും, ജബർദസ്തി ബുലാന എന്ന് പറഞ്ഞാൽ നിർബന്ധം ചെലുത്തി വിളിക്കുന്നതിനുമാണ്. ജോർസെ ബുലാന എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിക്കുക. പ്രേംസെ ബുലാന സ്നേഹത്തോടെ വിളിക്കുക. ഗുസാസെ ബുലാന കോപത്തോടെ വിളിക്കുക. ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായ എല്ലാ രീതിയിലും വിളിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് വിളിക്കുവാൻ നാം ശ്രദ്ധിക്കുക. ഉദാഹരണങ്ങൾ നോക്കിയാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. വരൂ, വന്നേ പറ്റൂ. നമുക്ക് അത് അറിയാനായിട്ട് കഴിയുന്നു. വരൂ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വിളിയാണ്. വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധമാണ്. ദൂരം അല്ലെ സ്ഥലത്തെ കൂട്ടി പറയുമ്പോൾ അടുത്തു വരൂ, ഇവിടെ വരൂ, മുൻപിൽ വരൂ, പിറകിൽ വരൂ. അപ്പോഴൊക്കെയും വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനോടുകൂടെ മറ്റൊരു വാക്കുകൂടി ചേർന്ന് വരും. അതും അറിയണം. അപ്പോൾ സാധാരണയായി വിളിക്കുന്നു, സ്ഥലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിക്കുന്നു, നിർബന്ധിച്ച് വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ വിളിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ പറയുമ്പോൾ സന്ദർഭത്തിന് ഉചിതമായ വിധത്തിൽ, സന്ദർഭോചിതമായ വിധത്തിൽ നമ്മൾ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പരുക്കനായിട്ടോ സ്മൂത്തായിട്ടോ പറയേണ്ടി വരും. അപ്പോൾ വിളിക്കാൻ വേണ്ടി വിവിധമായ രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഹിന്ദിയിലെ വാക്കുകളെ ആദ്യം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം എങ്ങനെ വാക്യമായി ഉപയോഗിച്ച് സംസാരിക്കാം എന്നും കൂടി. आवोना, आवो तो आना, आना है। आओ, आना, आना है, आना होगा, आना ही है। आना ही पड़ेगा, आना ही आना है। आना जरूर, आना अवश्य। पास आना, करीब आना, बाजू में आना, बगल में आना, किनारे पे आना, गोद में आना, बाहों में आना, कंधे पे आना.
ഈ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും 100% ശരിയായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ചിലതിനൊക്കെ ഉണ്ട്, എന്നാൽ ചിലതിനൊക്കെ ഇല്ല. ഇല്ലെങ്കിലും ഇല്ലാത്തവയ്ക്ക് സാമ്യമുള്ളതായ വാക്കുകളുണ്ട്. അപ്പോൾ ഈ വാക്കുകൾക്ക് മലയാളത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു നല്ല ഐഡിയ തന്നെ കിട്ടുവാനായിട്ട് ഇടയാകും. എപ്പോൾ ഏത് വാക്ക് എവിടെ എങ്ങനെ പറയാം ഹിന്ദിയിൽ. വിളിക്കാം അടുത്തേക്ക് ഹിന്ദിയിൽ. ഈ വാ വരൂ വരത്തില്ലേ വന്നാലുമൊക്കെ ഒരാളോട് തന്നെ പറയാൻ പറ്റുമോ? അങ്ങനെ തന്നെയാണ് പലരും പറഞ്ഞു വരുന്നത്. ഒരു വ്യത്യാസവും കൊടുക്കാതെ എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ ഒരേ വാക്കൊക്കെ തന്നെ പറയുന്നു. അല്ലെ ഒരർത്ഥത്തിൽ എല്ലാ വാക്കുകളും ഉപയോഗിച്ച് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാഷയിലൊക്കെ ഒരുപോണക്കുള്ള വാക്കുകൾ പലതുള്ളത്, സമാനമായ അർത്ഥം തരുന്ന വാക്കുകൾ ഉള്ളതൊക്കെ ഓരോ സന്ദർഭത്തിലും അതിൻ്റെ എക്സ്പ്രഷനോടുകൂടി ഉപയോഗിക്കുവാനുള്ളതായിട്ടാണ്. അത് പറച്ചിലാണെങ്കിൽ പോലും. അതാ നമുക്കിപ്പോൾ പഠിച്ചു വരുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാകാം. കാര്യങ്ങൾ അറിയാതെ ആശയവിനിമയം എങ്ങനെയെങ്കിലുമൊക്കെ നടത്താൻ ശ്രമിക്കും. അതൊന്നും ഒരു തെറ്റല്ല. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഠിച്ച് കുറേ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ വേണ്ടാത്ത തെറ്റുകളെല്ലാം കുറച്ച് പഠിക്കുവാനുള്ള ഒരു താല്പര്യത്തോടു കൂടെ വേണം നാം മുൻപോട്ട് പഠിക്കുവാൻ. അപ്പോൾ നമുക്കതിന് കഴിയും. പഠിച്ചു മനസ്സിലാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നതിൻ്റേതായ പഠിപ്പ് കൊണ്ടുള്ളതായ ഏറ്റവും വലിയ ഉദ്ദേശം. നമ്മൾ കണ്ടിട്ടില്ലേ, ചില വീട്ടിലോട്ടൊക്കെ കയറി ചെല്ലും, മുറ്റത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് സ്ലോ ആകും. അപ്പോൾ വീട്ടുകാർ പറയും വാ വരൂ എന്ന് പറയും. അപ്പോൾ പിന്നെ കയറും, തിണ്ണയിലോട്ടൊക്കെ കയറി കഴിയും. ഇനി ചില വിളിച്ച് പരിചയക്കാരൊക്കെ ആണെങ്കിൽ അകത്തോട്ട് വിളിക്കാൻ നേരം ആ ഓത്തോ പറയും വരില്ലേ, എന്താ അവിടെ നിൽക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ വ്യത്യസ്തമായ പല രീതികളിൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ മുറ്റത്ത് നിൽക്കുമ്പോഴും വാ പറയും, അകത്തോട്ട് വിളിക്കുമ്പോഴും വാ പറയും. കേൾക്കുന്നവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതൊന്നും വലിയ മിസ്റ്റേക്കായിട്ട് കാണേണ്ട കാര്യവുമില്ല. അപ്പോൾ അടുത്തോട്ട് സാധാരണയായി വിളിക്കാൻ ആവോയും ആയിയെയും അല്പം നിർബന്ധത്തോടു കൂടി വിളിക്കാൻ വേണ്ടി ആന അല്ലെങ്കിൽ ആയിയത്തോ. ഇനി കൂടുതൽ നിർബന്ധത്തോടെ, നല്ല നിർബന്ധത്തോടെ വിളിക്കുന്ന രീതിയുമുണ്ട്. ആനായി യോഗ, ആനൈ പടേക, ആനൈ ആന ഹേ, നിർബന്ധമായിട്ട്. ജരൂറാന, അവശ്യാന, ഇതൊക്കെയും നിർബന്ധത്തോടു കൂടി വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത്യുച്ച ഡിഗ്രിയിലാണ്, വന്നില്ലെങ്കിൽ വിടത്തില്ല എന്ന് പറയുന്ന രീതി പോലെ നിർബന്ധം കൂട്ടി വിളിക്കുന്ന രീതികളാണ്. ആനൈ പടേക, ജരൂർ ആന, ആനൈ ആന, സാമനെ ആന, മുൻപിലാന, പീച്ചെ ആന, പുറകിലാന, ബാജുമേ ആന, വശത്ത് ആര, വശത്ത് എന്നൊക്കെ ഇങ്ങനെ പല വിധത്തിൽ സ്ഥലത്തോടു കൂടിയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇവിടെ വാ, ഈതറാ, ഇങ്ങോട്ട് വാ, ഈതറാവോത്തോ. കുഞ്ഞുങ്ങളോടൊക്കെ പറയുമ്പോൾ മടിവാ, ഗോതുമയ, ഹാത്തോമയ, ബാഹോമയ, കന്തേപ്പയ, കഴുത്തിലോ മടിയിലോ ഒക്കെ വാ മക്കളെ എന്ന് പറയില്ലേ, ആ സമയത്ത് അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാളെ അടുത്തോട്ട് വിളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തോട്ട് വിളിക്കാൻ വേണ്ടി പല വാക്കുകളാണ്. അത് പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. അത് സാധാരണ ഉള്ള വിളിയായിരിക്കാം, നിർബന്ധമുള്ള വിളിയായിരിക്കാം, കൂടിയ നിർബന്ധത്തിലായിരിക്കാം, കുഞ്ഞുങ്ങളെ വിളിക്കുന്നതായിരിക്കാം, വലിയവരെ വിളിക്കുന്നവരായിരിക്കാം, ബഹുമാനത്തോടു കൂടി വിളിക്കുകയായിരിക്കാം, ചിലപ്പോൾ ആജ്ഞയോടുകൂടി വിളിക്കുകയായിരിക്കാം. ഇങ്ങനെയൊക്കെയും സന്ദർഭം അനുസരിച്ച് നമുക്ക് വിളിക്കാൻ പറ്റും ഹിന്ദിയിലും.